ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായ കോഴിക്കോട് ജില്ലയിലെ വിലങ്ങാട് സന്ദർശിച്ച് സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, താമരശ്ശേരി രൂപത അധ്യക്ഷൻ മാർ റെമിജിയോസ് ഇഞ്ചനാനിയലും മറ്റു വൈദികരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ഒരു നിമിഷം കൊണ്ട് മലവെള്ളപ്പാച്ചിൽ തകർത്തത് പ്രദേശവാസികളുടെ ഒരായുഷ്കാലത്തെ അധ്വാനമായിരുന്നു. അവരുടെ നീറുന്ന ഓർമ്മകൾ കുടികൊള്ളുന്ന ആ ദുരന്തഭൂമി സന്ദർശിച്ചപ്പോൾ തട്ടിൽ പിതാവിൻ്റെയും ഉള്ളുലച്ചു. ദുരന്തത്തിൽ വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് ജാതിമത ഭേദമന്യേ സഭാ സംവിധാനങ്ങൾ മുഖേന തന്നെ വീടുകൾ വെച്ച് നൽകുമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ഈ പ്രദേശത്ത് നടന്ന പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനുഷ്യരുടെ സഹനങ്ങളിൽ പങ്കുപറ്റാനാണ് ഞാൻ ഇവിടെ നീങ്ങാകുന്നത്. ഒരുപാട് ഹൃദയവേദനയോടുകൂടെ ഈ വലിയ ദുരന്തത്തില് ഐക്യദാർഢ്യം ഞാൻ അറിയിക്കുകയാണ്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ നേതൃത്വത്തില് ഇതിന്റെ പരമാവധി ഞങ്ങളാൽ പറ്റുന്ന സന്മനസ്കരായ സർവരുടെയും സഹകരണത്തോടുകൂടെ ധാരാളം വീടുകള് പണിതു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജാതി മതമൊന്നും നോക്കാതെ ഞങ്ങളത് ചെയ്യുന്നതായിരിക്കും. അത് ഞങ്ങളുടെ തന്നെ സാമൂഹ്യ സന്നദ്ധ സംഘടനകള് സഹകരിച്ച് ഞങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ ചെയ്യാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മറ്റൊരു ഏജൻസിയിലെയും അത് ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കൂടുതൽ ഞങ്ങൾക്ക് തന്നെ മേൽനോട്ടം വഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിശ്വാസം. ഈ പ്രകൃതി ദുരന്തം നമുക്ക് സമ്മാനിച്ച ദുരന്തങ്ങൾ വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ദുരന്തങ്ങളുടെ മുഖത്ത് മനുഷ്യ മനസ്സുള്ള എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ മറന്ന് ഒരു കുടുംബമായിട്ട് തീർന്നു. ഒരുപക്ഷെ ഈ ദുരന്തം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ കുറെ കൂടെ ഒന്നിച്ച് ദൈവത്തോട് സഹകരിക്കണം, മൂല്യങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ്. ഇവിടുന്ന് വീരമൃത്യു മരിച്ച മാത്യു മാഷിനെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സഹോദരങ്ങളെ സഹായിക്കുന്ന ഉദ്യമത്തില് ധീരരക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീര പോരാളിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് ഒരുപാട് ആദരവോടുകൂടി ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ നാട്ടിലെ സർവ്വ മനുഷ്യരെ ഞാൻ അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, എല്ലാ വിഭാഗീയതകളും മറന്ന് മനുഷ്യ ഒന്നായ ഒരു നിമിഷമായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ നടന്നത്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം അങ്ങനെ ഒന്നാകുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിലേ ദുരന്തമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് അങ്ങ് ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സന്മനസ്കരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കുള്ളതിൽ ഒരു ഓഹരി ഈ ദുരന്തം വിതച്ച വലിയ വിപത്തിലെ ബലിയാടുകളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലെ നിങ്ങള് സന്നദ്ധതയോടുകൂടെ സഹകരിക്കണം എന്നുള്ളതാണ്. സഭയോട് ചേർത്ത് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. ആർക്കെങ്കിലും സഭയോടുകൂടി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളെ സ്വീകരിക്കാൻ സന്തോഷമുണ്ട്. ഇത് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സന്നദ്ധ സമൂഹങ്ങളുമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളത് മുന്നോട്ട് വരണം. ഈ പ്രകൃതി ദുരന്തം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചൊരു വലിയ ദുരന്തമാണ്. പക്ഷെ മറ്റൊരു നിമിഷത്തില് നമ്മുടെ സന്മനസ്സുകൊണ്ട് നമുക്കതിനെ പുനരുദ്ധരിക്കാൻ കഴിയും എന്നുള്ളത് വലിയ, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോ എന്നെ കാണാൻ വന്ന ആൾക്കൂട്ടം തന്നെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ എല്ലാ മതക്കാരും ഉണ്ട്, എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. ഒരുപാട് സന്മനസ്സോടുകൂടെ എല്ലാവരും ഈ ദുരന്ത നിവാരണ പരിഹാരം, ഇതിന്റെ സമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് താഴ്മയായിട്ട്
ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾക്കറിയാം വയനാട്ടിൽ ഇത് സംഭവിച്ചപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്ന് വയനാട്ടിൽ വെച്ച് സംഭവിച്ചതിനോട് നോക്കുമ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടെ വളരെ കുറച്ച് സംഭവിച്ചിട്ടുള്ളൂ. അപ്പോ ആ ഒരു റേഷ്യോ ഒക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ രണ്ടിടങ്ങളിലുമായി കൂടുതൽ പ്രാധാന്യം അവിടേക്ക് കൊടുക്കും. ഇവിടെയും ആവശ്യമുള്ളത് ഇവിടെയും ചെയ്യും. അത് ഞങ്ങൾ നേരിട്ട് തന്നെ ചെയ്യുള്ളൂ. വേറൊരു ഏജൻസിയിൽ എത്തിക്കാൻ ആഗ്രഹിക്കും. അതായത് സഭയുടെ ഭാഗത്തു നിന്ന് നേരിട്ടാണ് ഇടപെടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുക, അതായത് ജാതി മതമൊന്നും നോക്കില്ല, സഭയുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളാൽ പറ്റുന്നത് ഗവൺമെന്റും അക്കാര്യത്തിൽ മുന്നോട്ട് വരുമെന്നാണ് ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ഗവൺമെന്റിനോട് എന്തെങ്കിലും പറയാൻ സാധിക്കുമെന്ന് ഞാൻ താങ്ക് യു.